ഈ ഓരോ 30 വയസ്സിലും മനുഷ്യൻ ഈ ഗുണങ്ങളൊക്കെ കാണിക്കും. ആദ്യത്തെ 30 വയസ്സ് കുതിരയുടേതാണ്. ഓട്ടവും ചാട്ടവും. ഈ കുതിരകൾക്ക് എതിർലിംഗത്തോട് വലിയ ആകർഷണമാണ്. അങ്ങനെയുള്ള ആകർഷണങ്ങളൊക്കെ ആയിട്ട് കുതിരയുടെ സ്വഭാവമായിട്ട് മനുഷ്യൻ 30 വർഷം പോകും. അത് കഴിയുമ്പോഴേക്കും കഴുതയുടെ ആയുസ് തുടങ്ങുകയാണ്. കഴുതയുടെ ജോലി ഭാരം വലിക്കുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് മനുഷ്യൻ വിവാഹമൊക്കെ കഴിച്ച് 1-2 കുട്ടികളായി ശമ്പളം കൊണ്ടൊന്നിനും തികയത്തില്ല. കഴുതയെപ്പോലെ ജീവിതഭാരം വലിച്ച് 60 വയസ്സ് വരെ എത്തും. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പട്ടിയുടെ ആയുസാണ്. പട്ടിക്ക് വീട് കാവലാണ് ജോലി. മക്കളും ഒക്കെ അങ്ങ് അബുദാബിയിലോ അമേരിക്കയിലോ ഒക്കെ അങ്ങ് പോകും. ചിലപ്പോൾ മരുമകളും കൊച്ചുമക്കളും കൂടെ ഉണ്ടാവും. ഈ വീട്ടിലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വീട് കാവലാണ് ജോലി. വൈകിട്ട് വീടിന്റെ കതകും ജനലൊക്കെ അടച്ചിട്ടുണ്ടോ, വേലക്കാരി വല്ലതും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ, കൊച്ചുമക്കളുടെ നോട്ട്ബുക്കൊക്കെ തോന്നുന്നു ആരുടെയും പ്രേമലോചന തിരിപ്പുണ്ടോ, ഇങ്ങനെയൊക്കെ എല്ലാവരെയും കാത്ത് 90 വയസ്സാവും. അത് കഴിയുമ്പോൾ മൂങ്ങയുടെ ആയുസാണ്. വല്യപ്പനും വല്യമ്മയും കിടപ്പിലാവും. വല്ലപ്പോഴും കൊച്ചുമോനോ കൊച്ചുമോളോ വരും. വല്യപ്പച്ച ആ പാല് വേണോ, ഒന്നും മൂളും. മൂങ്ങയുടെ മൂളലാണ്. അടുത്തത് ലണ്ടനിൽ നിന്നുള്ള മോളെ വരവാണ്. വല്യമ്മച്ചി പായസം വേണോ, ഒന്നും മൂളും. മൂങ്ങയുടെ മൂളിലാണ്. അങ്ങനെ മൂളി സിദ്ധി കൂടുമെന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞ പ്രസിദ്ധമായ കഥ.